ഇതൊക്കെ പിന്നീട് കുത്തിച്ചെലുത്തിയതാണ് ഇതിനകത്ത് ബ്രാഹ്മണ മേധാവിത്വം. പക്ഷെ ഇപ്പൊ ബ്രാഹ്മണരെ ഉള്ളവർ അതുപോലെ പാവങ്ങൾ. പക്ഷെ ഭൂരിപക്ഷം ബ്രാഹ്മണ കുടുംബങ്ങളും പട്ടിണിയിലാണ് കേരളത്തിൽ. ഭൂമിയില്ല, ഒന്നുമില്ല അവർക്ക്. വല്ല സർക്കാർ ഉദ്യോഗമോ വല്ല ക്ഷേത്രങ്ങളിലെ പൂജയോ അല്ലാതെ വേറെ എന്താ ഉള്ളത്? അവർക്ക് കിളയ്ക്കാനും കുഴിക്കാനും ഒന്നും അവർക്ക് പറ്റത്തുമില്ല. കാരണം അത് പരമ്പരാഗതമായുള്ള ഒരു ജനറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്സാണ്. വാസ്തവത്തിൽ അവർക്ക് ഒരുപാട് സിമ്പതി അർഹിക്കും. നമുക്ക് സംവരണമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഭരണഘടന പ്രകാരം. പക്ഷെ ഒരു കാലത്തെ കാര്യമാണ് പറയുന്നത്, അത് ഇന്നത്തെ കാലത്തെ അല്ല. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ജീവിച്ച രണ്ട് മഹാപുരുഷന്മാർ ലോകത്തെ ഏത് മഹാന്മാരുടെയും മുമ്പന്തിൽ കാണുന്നത്. ഒന്ന് ഈ കേരളത്തിൽ നിന്ന്, ഒന്ന് ഇന്ത്യയിൽ മൊത്തം എടുക്കും. ശ്രീനാരായണഗുരുവിന്റെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഗാന്ധിജിയുടെ ജീവിതം നമുക്കതുപോലെ പകർത്താൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പലതും നമുക്ക് പാലിക്കാം. നമുക്ക് കള്ളുപിടിക്കാതിരിക്കാമല്ലോ. അത് പാലിക്കാൻ വളരെ വിഷമമുള്ള കാര്യമൊന്നുമല്ലല്ലോ. കള്ളുകുടിയന്മാർക്കും അത് വിഷമിക്കുന്ന കാര്യം. കുറച്ച് ദിവസമൊക്കെ വേണമെന്ന് വെച്ചാൽ നോക്കും. ആരോഗ്യത്തിന് നല്ല കുടിക്കാതിരിക്കും. കള്ളം പറയാതിരിക്കാമല്ലോ. ഗാന്ധിജി കള്ളം പറയാതിരിക്കാം, നമുക്കും പറയാതിരിക്കാം. അങ്ങനെ എന്തെല്ലാം വർഗീയത പറയാതിരിക്കാമല്ലോ. മുസ്ലിങ്ങളെ ഹറാമായിട്ട് തള്ളാതിരിക്കാമല്ലോ. അവർ രാജ്യത്തെ ജനങ്ങളല്ലേ, 10-22 കോടിയല്ലേ അവർ. നിങ്ങളത് ചിന്തിച്ചു നോക്കെ. ആ വിഭജനത്തിന് ഗാന്ധിജി എതിരായിരുന്നു. ഗാന്ധിജി വിഭജനത്തോട് ചോദിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ ഒപ്പുവെക്കാനൊന്നും പോയതുമില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടി ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിപ്പോ. ഇവിടെ 140 കോടി, ഇപ്പൊ 20-25 കോടിയുണ്ട് പാകിസ്ഥാന്, 10-22 കോടിയാണ് ബംഗ്ലാദേശും. അപ്പൊ എത്രയായി? ഏതാണ്ട് 200 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാതിരിക്കാനാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഭിന്നിപ്പിച്ചത്. അവരാണ് ഇതിനെ വിഭജിച്ചത്. എല്ലാവരും സ്വയംഭരണം നടത്തേണ്ടതാണ്. അന്നുണ്ടായിരുന്നവരെല്ലാം അതിനോട് യോജിച്ചില്ല. ഗാന്ധിജി അതിനോട് യോജിച്ചില്ല. അദ്ദേഹത്തിന് അടിപിടിക്കുന്നു പോകുന്ന ആളല്ലാത്തവണ്ണം അദ്ദേഹം മാറിയെന്ന് നടന്നു. അത്രയുള്ളൂ. അധികാരത്തിൽ പങ്കുപറ്റാനും പോയില്ല. പക്ഷെ അധികാരം നിലനിർത്തേണ്ട ആവശ്യമാണ്. ഭരിക്കാൻ ആളുകളുണ്ട്. അപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കാം. ശ്രീനാരായണ ഗുരുവിൽ ഒരുപാട് തത്വചിന്തകൾ സ്വീകരിക്കാം. അങ്ങനെ സമൂഹത്തെ നമുക്ക് ശ്രീനാരായണ ആദർശങ്ങളാലും ഗാന്ധിയുടെ ആദർശങ്ങളാലും മറ്റ് വിപ്ലവകരമായ മറ്റ് നല്ല ആദർശങ്ങളാലും മാർക്സിസമടക്കം സമ്പന്നമാക്കിക്കൊണ്ടിരിക്കണം. അത് പഠിക്കണമല്ലാതെ പറ്റില്ല. കഴിഞ്ഞ 10-25 വർഷമായി നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം. എല്ലാത്തിനും മുമ്പിലല്ലേ നമ്മൾ അവകാശപ്പെടുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, മകൻ പെങ്ങളെ കൊല്ലുന്നു. എന്താണ് നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? 10-25 വർഷമായി. ഓരോ വർഷവും ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയല്ലേ. നമ്മളതേപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ശ്രീനാരായണ ഗുരുവിനും മഹാത്മാഗാന്ധിയെ നാം ആദരിക്കുകയും അവരെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും ആണോ ഇത്? എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ശ്രേണിയിൽ ഈ രോഗം സംഭവം, മനോരോഗം സംഭവം? മനോരോഗമാണ്, അസൂയ, മറ്റൊരാളെ പറ്റിയുള്ള ബഹുമാനമല്ല, അസൂയയാണ്. ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ചവിട്ടിയടിക്കുക, അല്ലെങ്കിൽ അവനെ അവരുടെ തലയെക്കൂടെ കുതിച്ചു ചാടുക. എങ്ങനായാലും മറ്റുള്ളയാളെ പരാജയപ്പെടുത്തണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മഹാത്മാജി പറഞ്ഞാണോ? അല്ല. ഉന്നത വിദ്യാഭ്യാസം, ഉന്നത ശ്രേണികളുടെ മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം എന്ന് മഹാത്മാജി പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി ഒറ്റ കേരള യൂണിവേഴ്സിറ്റി ഉള്ളൂ. അവർക്കൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നുണ്ടെന്നു അതിനകത്ത് അവരുടെ ഉപന്യാസ മത്സരം നടന്നു. എന്റെ വിഷയം ഉന്നത വിദ്യാഭ്യാസവും മാതൃഭാഷയിലാണ്. ഞാനൊരു ലേഖനം എഴുതി വെച്ചു. വന്ദന കോളേജ് ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കാം. എനിക്ക് 1ാം സമ്മാനം കിട്ടി. ഞാൻ ഗാന്ധിജിയെ ഉദ്ധരിച്ചത് വിദ്യാഭ്യാസത്തിലെ എല്ലാ ശ്രേണികളും ഉന്നത ശ്രേണികളും മാതൃഭാഷയിലാണ്. പക്ഷേ അങ്ങനല്ലേ? അവരല്ലേ ശൂന്യാകാശ സാധ്യത സാഹിത്യത്തിന്റെ ഭാഷയെ സംസാരിച്ചാലേ ശൂന്യാകാശ സ്വഭാവം ആര് പറഞ്ഞത്? പക്ഷേക്കാരാ പറഞ്ഞത്. അതേപോലെ രസകരമായ കഥയുണ്ട്. അവിടെ ചെന്ന് ആദ്യം പട്ടിയെ വിചാരിച്ചത്. പട്ടി അവിടെ വെച്ച് പറഞ്ഞു ഏത് ഭാഷയിലാണ് കുറച്ചതെന്ന് വിചാരിച്ചു. പക്ഷേക്കാരെ പറഞ്ഞ് ഞങ്ങളുടെ ഭാഷയിലാണ് ഞങ്ങളുടെ പട്ടി കുറച്ചത്. പിന്നെ മനുഷ്യൻ പോയി, യൂറിയാനും പോയി, വലണ്ടീന തലസ്റ്റോവ് പോയി. എന്നിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് നല്ല പവറായിട്ടുള്ളതാണ്. നമ്മളിത് സ്വന്തമായി ആളിനെ അയച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ സഹായത്തോടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പുരോഗതിയല്ലേ ഉണ്ടാവും. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ശൂന്യാകാശമൊന്നും പാലിക്കില്ല.
വഴക്കം വയ്യാതെ യുദ്ധം നടന്ന മനുഷ്യൻ ശൂന്യാകാശമായി യുദ്ധം നടത്തത്തില്ലെന്ന് എന്താ ഉറപ്പ്? അവിടെ യുദ്ധം നടത്തിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി പോകും. കാരണം ഒരു പ്രത്യേക ക്രമത്തിലാണ് നിൽക്കുന്നത്. എല്ലാം ഇല്ലാതായി പോകും. അപ്പൊ ഇത്തരം ചിന്താഗതികളൊക്കെ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നമുക്ക് അനോട്ടേറ്റ് ചെയ്തെടുക്കാം. ഇതിനെപ്പറ്റി ശൂന്യാകാശത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരെ പറ്റിയുള്ള സംവാദം നമുക്ക് എന്നും ആവശ്യമാണ്. അത് നമ്മുടെ മാനസികാരോഗ്യവും സാമൂഹികാരോഗ്യവും രാഷ്ട്രീയാരോഗ്യവും നാടിന്റെ ദേശാഭിമാന ഭരിതമായ ആരോഗ്യവും നിലനിർത്തും. മാനവികത സത്യം നിലനിർത്തും. അന്യസ്പർദ്ധ ഇല്ലാതാവും. ഏകോദര സഹോദരങ്ങളാണെന്ന ബോധമുണ്ടാവും. ഇതെല്ലാം വിദ്യാലയങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസ സമ്പ്രദായം തികഞ്ഞ പരാജയം. ഇന്ത്യയിലെ വിദ്യാഭ്യാസം തികഞ്ഞ പരാജയം. മാർക്ക് വാങ്ങുന്ന വിദ്യാഭ്യാസം. അതിനുവേണ്ടി മത്സരിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ പോയിട്ടാണ് വരുന്നത്. കൂട്ടമായിട്ട് വരുന്നതാണ്. മനുഷ്യത്വം എവിടെ? എവിടെ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ എന്ന് വയലാരാമവർമ്മ ഒരു കവിതയിൽ പുതിയ തലമുറയെ പറ്റി പറഞ്ഞു. ഞാനതൊരു അസംബ്ലിയിൽ പ്രസംഗിച്ചു. അപ്പൊ ശബരിനാഥന്റെ പിതാവാണ് സ്പീക്കറായി. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ആ വിദ്യാർത്ഥി ഇപ്പോൾ ഉണ്ടോ സുധാകരൻ സാറേ? അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചത്, അങ്ങനെ വിദ്യാർത്ഥി ഉണ്ടോ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ ഉണ്ടോ? മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ എന്നൊക്കെ വയലാർ പറഞ്ഞു. അവരിപ്പോഴും ഉണ്ട്. അവരെ വേറെയാക്കി മാറ്റുന്നത് അപജയം എന്ന കേരള രാഷ്ട്രീയമാണ്, ഭാരത രാഷ്ട്രീയമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തകരാറായിട്ട് കാണരുത്. ഇന്ത്യൻ രാഷ്ട്രീയം നിരാശാജനകമാണ്. കേരള രാഷ്ട്രീയത്തിനിവിടെ LDF UDF രണ്ടും ജനാധിപത്യം വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ട് സന്തോഷപ്രദമാണെങ്കിലും നമ്മളും മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത്, സാമൂഹികമായ ഒരു തകർച്ച, ഒരു ഇടർച്ച. സമൂഹം തെറ്റിലേക്ക് മറിയുന്നു, പരസ്പരം കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ വളരെ വളരെ കുറവല്ലേ? പിന്നല്ലോ കാര്യമായിട്ടുള്ളൂ. ഇതേപ്പറ്റി എല്ലാവരും ചിന്തിക്കണം. ശ്രീനാരായണ ഗുരു നമ്മളെ നയിക്കും, മഹാത്മാഗാന്ധി നമ്മളെ നയിക്കും.